ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഭരണ പ്രതിപക്ഷ വാക്പോരിൽ മുങ്ങി 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം സമാപിക്കുന്നു. സർക്കാരിനെതിരെ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം ഇന്നും സഭയിലെത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് കെ ബാബു രംഗത്ത് വന്നു. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷം ആവർത്തിച്ച് പ്രതിഷേധം നടത്തി. ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സഭയുമായി ഗവൺമെൻറ്റുമായി നിസ്സഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സർ, ഞങ്ങൾ ഈ സഭാ നടപടികളിൽ നിസ്സഹരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. ഓക്കെ, മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. തന്ത്രി കണ്ഠരര് രാജീവ് ഒരു കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ സർക്കാർ നിലപാടില്ല എന്ന് പി രാജീവ് പറഞ്ഞു. മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോൾ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും നന്നായിരിക്കും. എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മന്ത്രിമാരുടെ മറുപടിക്കിടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടർന്നു. ചോദ്യോത്തരവേള റദ്ദാക്കി സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിലാക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഈ ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ ഞങ്ങൾ കണ്ടത്. ജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ഒരു ബഹുമാനമോ താൽപര്യമോ കാണിക്കാത്തൊരു ഗവൺമെന്റാണ്. ഈ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സർക്കാർ തീർച്ചയായും ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.